ഹായ് ഫ്രണ്ട്സ്, വാട്സപ്പിൽ വന്ന് പുതിയൊരു അപ്ഡേറ്റ് നോക്കാം. അതായത് നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നമ്മൾ മെസ്സേജ് അയക്കാൻ അവരുടെ ചാറ്റ് ഓപ്പൺ ചെയ്തത് എന്നിട്ട് എന്തെങ്കിലും മെസ്സേജ് ഇങ്ങനെ അയക്കാൻ ഒരുങ്ങിയപ്പോൾ നമുക്ക് എന്തെങ്കിലും അയക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മളത് ബാക്ക് ആയിട്ട് ഫോണോടെ വെച്ചിട്ട് പോയെന്നിരിക്കട്ടെ. പോയിട്ട് പിന്നീട് വന്ന് നമ്മൾ ആ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വ്യക്തിയുടെ പേര് ഇതുപോലെ സെർച്ച് ചെയ്യണം അല്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മൾ മെസ്സേജ് അയക്കാൻ മറന്നു പോയിട്ട് പിന്നീട് എപ്പോഴേലും വന്നിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് അയക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു വ്യക്തിയുടെ പേര് ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ. അത്തരത്തിൽ കണ്ടുപിടിച്ചിട്ട് പിന്നീട് നമുക്ക് ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ പുതിയ മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സാധാരണ വാട്സപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് മുഖേന നമ്മളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചു, അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നമുക്ക് ആ ഒരു മെസ്സേജ് അയക്കാൻ പറ്റാതെ നമ്മൾ ബാക്കിലോട്ട് പോയി ഫോൺ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പോയിട്ട് വന്ന് നോക്കുമ്പോൾ പിന്നീട് ആ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കണ്ടുപിടിക്കാനൊന്നും നിൽക്കേണ്ട. ഇവിടെ മുകളിലായിട്ട് വന്ന് കിടക്കും. ഇൻ കേസ് നിങ്ങൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഡ്രാഫ്റ്റ് എന്നും പറഞ്ഞ് വന്ന് കിടക്കുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കാൻ എടുത്തായിരുന്നു, പക്ഷെ നമ്മൾ അത് മെസ്സേജ് അയച്ചില്ല. അപ്പോൾ അവിടെ ഡ്രാഫ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മെസ്സേജ് വീണ്ടും അയക്കാൻ സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ മെസ്സേജ് എന്തെങ്കിലും അയക്കണമെങ്കിൽ അയക്കാൻ പറ്റും. അത്തരത്തിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ വാട്സപ്പ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. നിങ്ങൾ വാട്സപ്പിന്റെ ബീറ്റ വെർഷൻ ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.